അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ ഒന്നാമത്തെ പാഠം അദ്ദർസുൽ അവ്വൽ, പാഠം 1. ഫളായിലു തിലാവത്തിൽ ഖുർആൻ വഹിഫ്ളിഹി. ഖുർആൻ പാരായണത്തിൻ്റെയും അത് മനപാഠമാക്കുന്നതിൻ്റെയും ശ്രേഷ്ഠത, ഇതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. തദ്രീബാത്തിൽ നിന്ന് മാത്രം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിന് പുറമെ നമ്മൾ പാഠഭാഗത്തിൽ നിന്നും കൂടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം കൂടുതൽ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ പാഠഭാഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് പാഠഭാഗങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഫളായിലു തിലാവത്തിൽ ഖുർആനി വഹിഫ്ളി. ഖുർആൻ പാരായണത്തിൻ്റെയും അത് മനപാഠമാക്കുന്നതിൻ്റെയും ശ്രേഷ്ഠത. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ദിവസേന പാരായണം ചെയ്യുന്നതും മനപാഠമാക്കിയതുമായ ഗ്രന്ഥം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ എന്നാണ് അതിൻ്റെ ഉത്തരം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ദിവസേന പാരായണം ചെയ്യുന്നതും മനപാഠമാക്കിയതുമായ ഗ്രന്ഥം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ എന്നാണ് ഉത്തരം. ലോകത്ത് ഏകദേശം 150 കോടി ആളുകൾ ദിനേന ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ലോകത്ത് ഏകദേശം 150 കോടി ആളുകൾ ദിനേന ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ഖുർആൻ പൂർണ്ണമായി മനപാഠമാക്കിയ ഏകദേശം 10 മില്യൺ ഹാഫിളുകൾ ലോകത്ത് ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മനപാഠമാക്കിയ ഏകദേശം 10 മില്യൺ ഹാഫിളുകൾ ലോകത്ത് ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. 5 വയസ്സ് മുതൽ 90 വയസ്സ് കഴിഞ്ഞവർ വരെ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നാണ് കണക്ക്. 5 വയസ്സ് മുതൽ 90 വയസ്സ് കഴിഞ്ഞവർ വരെ ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് കണക്ക്. ദുനിയാവിലും ആഖിറത്തിലും ഏറെ പുണ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകൾ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത്. ദുനിയാവിലും ആഖിറത്തിലും ഏറെ പുണ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകൾ ഖുർആന് പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത്. ഖുർആൻ മനപാഠമാക്കുന്നവർക്കും അവരുടെ മാതാപിതാക്കൾക്കും പരലോകത്ത് അള്ളാഹു വലിയ പ്രതിഫലവും ആദരവും നൽകുന്നു. മാതാപിതാക്കൾക്ക് പ്രകാശത്താലുള്ള കിരീടവും ധരിപ്പിക്കപ്പെടും. അവർ സ്വന്തം മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും അള്ളാഹുവിൻ്റെ മുന്നിൽ ശുപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് നയിക്കും. നമ്മളും ഖുർആൻ പാരായണം ശീലമുള്ള ലോകത്തെ മില്യൺ കണക്കിന് ആളുകളിൽ ഒരാളാവണം. നമ്മളും ഖുർആൻ പാരായണം ശീലമുള്ള ലോകത്തെ മില്യൺ കണക്കിന് ആളുകളിൽ ഒരാൾ ആവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. വിശുദ്ധ ഖുർആനിൽ ഒരു അക്ഷരം പാരായണം ചെയ്യുന്നത് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന നന്മയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു അക്ഷരം പാരായണം ചെയ്യുന്നത് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന നന്മയാണ്. ഖുർആനിലെ ഓരോ അക്ഷരങ്ങളും തജ്വീദ് നിയമങ്ങൾ പാലിച്ച് കൃത്യമായി പാരായണം ചെയ്താലേ ഈ പുണ്യങ്ങൾ കിട്ടുകയുള്ളൂ. ഖുർആനിൽ അതിൻ്റെ പാരായണ നിയമങ്ങൾ നോക്കി അക്ഷരങ്ങൾ, ഹർക്കത്തുകൾ, ഷദ്ദുകൾ ഇതൊക്കെ നോക്കിയായിരിക്കും വിലയിരുത്തുന്നത്. ഖുർആനിൻ്റെ ആളുകൾ, അതാരാണ് ഖുർആനിൻ്റെ ആളുകൾ? നമുക്ക് നോക്കാം. അത് പഠിക്കുകയും പാരായണം നിത്യമാക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരും പ്രത്യേകക്കാരുമെന്നാണ് ഹദീസിൽ കാണാം. അള്ളാഹുവിൻ്റെ സ്വന്തക്കാർ, അതേപോലെ തന്നെ പഠിക്കുകയും പാരായണം നിത്യമാക്കുകയും ചെയ്യുന്നവർ, ഇവരാണ് ഖുർആനിൻ്റെ ആളുകൾ. ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ അക്ഷരങ്ങൾ മനഃപ്പാഠമാക്കുകയും അതേപോലെ പാരായണം നിത്യമാക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല രുചിയും സുഗന്ധവുമുള്ള നാരങ്ങയോടാണ് ഉപമിച്ചത്. ഖുർആൻ പാരായണം ചെയ്യാത്ത കപടവിശ്വാസിയെ ആട്ടങ്ങയോടാണ് ഉപമിച്ചത്. അതിൻ്റെ രുചി കയ്പാണ്, അതിന് വാസന ഇല്ല. മസലുൽ മുഅ്മിനില്ലദീ യഖറഉൽ ഖുർആൻ കൽ ഉതുറുഞ്ചതി തഅമുഹാ ത്വയ്യിബുൻ വരീഹുഹാ ത്വയ്യിബുൻ വമസലുൽ മുനാഫിഖില്ലദീ ലാ യഖറഉൽ ഖുർആൻ കമസലിൽ ഹൻതതി ലൈസ ലഹാ റീഹുൻ വതഅമുഹാ മുർറുൻ. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ഖുർആനിലെ ചില സൂറത്തുകളും ആയത്തുകളും മനപാഠമാക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും ചില പ്രത്യേകമുള്ള സൂറത്തുകൾ കാണാതെ പഠിക്കാൻ വേണ്ടി ഉസ്താദുമാർ പറയുമ്പോൾ അത് പഠിച്ചിരിക്കും. അങ്ങനെ പഠിച്ചവരാണ് പലരും. അതുകൊണ്ടാണ് നമ്മൾ മദ്രസയിലെ ചെറിയ ക്ലാസ് മുതലേ പല സൂറത്തുകളും ആയത്തുകളും മനപാഠമാക്കുന്നത്. നമ്മൾ മദ്രസയിൽ നിന്ന് ചെറിയ ക്ലാസ് മുതൽ പല സൂറത്തുകളും ആയത്തുകളും നമ്മൾ മനപാഠമാക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത് കാണാതെ പഠിച്ച് എപ്പോഴേക്കും നിലനിൽക്കാൻ വേണ്ടിയാണ്. അത് ജീവിതത്തിൽ നിത്യമായി പാരായണം ചെയ്യുന്നതിന് നാം പരിശ്രമിക്കണം. ഖുർആൻ നിത്യമായും പാരായണം ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം. മനപാഠമാക്കിയത് മുഴുവൻ കളയുന്നത് വലിയ കുറ്റമാണ്. ഖുർആൻ മനപാഠമാക്കിയത് മറന്നു കളയുന്നത് വലിയ കുറ്റമാണ്. ഖുർആനിലെ ചില സൂറത്തുകളും ആയത്തുകളും പാരായണം ചെയ്യുന്ന പ്രത്യേക പുണ്യങ്ങളും ഉണ്ട്. ഖുർആനിലെ ചില സൂറത്തുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ സൂറത്തുകൾക്ക് ചില പ്രത്യേക പ്രതിഫലങ്ങളുണ്ട്. ചില ആയത്തുകൾക്കും അങ്ങനെയുണ്ട്. അത്തരം ആയത്തുകളും സൂറത്തുകളുമെല്ലാം നമ്മൾ നിത്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക. 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് സൂറത്ത് യാസീൻ. 10 തവണ ഖുർആൻ പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് സൂറത്തു യാസീൻ. അടുത്തത് ജുമുഅ ദിവസം ഓതിയാൽ അടുത്ത ജുമുഅ ദിവസം വരെ അവന് അള്ളാഹു പ്രത്യേക പരിരക്ഷ നൽകും. അത് സൂറത്തുൽ കഹ്ഫ് ഓതിയാലാണ്. സൂറത്തുൽ കഹ്ഫ്. അടുത്ത സൂറത്തുൽ വാഖിയ. എല്ലാ രാത്രിയിലും ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാകില്ല. ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ എല്ലാ രാത്രിയിലും ഇത് നിത്യമാക്കുക. സൂറത്തുൽ വാഖിയ. അടുത്ത സൂറത്തുൽ വാഖിയ ഇദാ വഖഅത്തിൽ വാഖിയ എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിയ. ഈ സൂറത്ത് പാരായണം ചെയ്തതിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. എല്ലാ രാത്രിയിലും ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അപ്പോൾ സൂറത്തുൽ വാഖിയ എല്ലാ രാത്രിയിലും ഓതുക. അത് ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അടുത്തത് സൂറത്തുൽ മുൽക്കിനെ കുറിച്ചാണ്. എല്ലാ രാത്രിയിലും ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും അതിൻ്റെ ശഫാഅത്ത് ലഭിക്കുകയും ചെയ്യും. സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും ഓതിയാൽ ഖബറിലുള്ള ശിക്ഷക്ക് ഇളവ് ലഭിക്കുന്നതാണ്, അഥവാ ഒഴിവാക്കുന്നതാണ്. മാത്രമല്ല സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിനോട് ഷഫാഅത്ത് കൊടുക്കും ചോദിച്ചാൽ അതുകൂടി സൂറത്തുൽ മുൽക്കിലൂടെ ലഭ്യമാകും. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തിൻ്റെ പ്രത്യേകതയാണ് ഖുർആനിൻ്റെ 1/3 10 തവണ ഓതിയാൽ അള്ളാഹു സ്വർഗത്തിലൊരു വീട് നിർമ്മിച്ചു നൽകും. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പ്രത്യേകതയാണ് ഖുർആനിൻ്റെ 1/3 തുല്യമാണ്. അതുപോലെ 10 തവണ ഓതിയാൽ അള്ളാഹു സ്വർഗത്തിലൊരു വീട് നിർമ്മിച്ച് തരും. ഇതെല്ലാമാണ് സൂറത്തിൻ്റെയും ചില ആയത്തുകളെയൊക്കെ പ്രത്യേകതയായിട്ട് പറഞ്ഞത്.
ഇനി ആയത്തിൻ്റെ നോക്കാം. ആയത്തുൽ കുർസി. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഈ ആയത്ത് പാരായണം ചെയ്താൽ തിരിച്ചെത്തുന്നത് വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഈ ആയത്ത് പാരായണം ചെയ്താൽ തിരിച്ചെത്തുന്നത് വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്നതാണ്. പിന്നെ ആമന റസൂലും, അതാണ് ബഖറ സൂറത്തിലെ മറ്റൊരായത്ത്. ആമന റസൂലിൽ 2 ആയത്താണുള്ളത്. ഈ 2 ആയത്തുകൾ ആരെങ്കിലും രാത്രിയിൽ പാരായണം ചെയ്താൽ അത് എല്ലാറ്റിനും മതിയാകുന്നതാണ്. ആമന റസൂല് എന്നുള്ള 2 ആയത്ത് ആരെങ്കിലും രാത്രിയിൽ പാരായണം ചെയ്താൽ അത് എല്ലാറ്റിനും മതിയായതാണ്. തദ്രീബാത്തിൻ്റെ ഭാഗം നമുക്ക് നോക്കാം. ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. ചോദ്യം 1. ഖുർആനിൽ നിന്ന് അല്പം പോലും ഹൃദയത്തിലില്ലാത്തവരെ നബി തങ്ങൾ ഉപമിച്ചത് എന്തിനോടാണ്? ഉത്തരം തകർന്നു പോയ വീടിനോടാണ്. തകർന്നു പോയ വീടിനോട്. ചോദ്യം 2. ഖുർആനിലെ ഒരു അക്ഷരം പാരായണം ചെയ്താൽ എന്ത് പ്രതിഫലം ലഭിക്കും? എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത്? ഉത്തരം 10 ഇരട്ടി പ്രതിഫലം. 10 ഇരട്ടി പ്രതിഫലം. ഖുർആനിലെ ഒരു അക്ഷരം ഓതിയാൽ അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് 10 ഇരട്ടി പ്രതിഫലം. അഥവാ ഒരു അക്ഷരത്തിന് 10 കൂലി, രണ്ടാമത്തെ അക്ഷരത്തിന് 10 കൂലി, അങ്ങനെ 50 അക്ഷരം ഓതിയാൽ 10 ഇരട്ടി പ്രതിഫലമായി അത് കൂടുന്നതാണ്. അങ്ങനെ ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി പ്രതിഫലം എന്ന നിലയിലാണ് അള്ളാഹു നൽകുന്നത്. പിന്നെ മൂന്നാമത്തെ ചോദ്യം, അവർ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരായിരിക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാകുന്നു. അത് ആരാണ്? ഉത്തരം ഖുർആൻ പഠിക്കുകയും പാരായണം നിത്യമാക്കുകയും ചെയ്യുന്നവർ. ഖുർആൻ പഠിക്കുകയും ചെയ്യുന്നു, പാരായണം നിത്യമാക്കുന്നവരുമാണ്. അവരെയാണ് അള്ളാഹുവിൻ്റെ സ്വന്തക്കാർ എന്ന് പറയുന്നത്. ചോദ്യം 4. ഖുർആൻ ഓതുന്ന മുഅ്മിനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത് എന്തിനോടാണ്? ഖുർആൻ ഓതുന്ന മുഅ്മിനിനെ നബി തങ്ങൾ അയച്ചത് എന്തുകൊണ്ടാണ്? ഉപമിച്ചത് എന്തിനോടാണ്? ഉത്തരം നല്ല രുചിയും സുഗന്ധവുമുള്ള നാരങ്ങയോടാണ്. നല്ല രുചിയും സുഗന്ധവുമുള്ള നാരങ്ങയോടാണ്. ചോദ്യം 5. തകർന്നു പോയ വീട് പോലെയാണ് എന്ന് നബി തങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? തകർന്നു പോയ വീട് പോലെയാണ് എന്ന് നബി തങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം ഖുർആൻ അല്പം പോലും ഹൃദയത്തിലില്ലാത്തവരെ. ഖുർആൻ അല്പം പോലും ഹൃദയത്തിൽ ഇല്ലാത്തവരെയാണ് നബി ഇത് ഉപമിച്ചത്. ഇനി യോജിച്ചത് ചേർത്തെഴുതുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഖുർആനിൻ്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ്. 2. പതിവാക്കിയാൽ ദാരിദ്ര്യം നീങ്ങും. ഏത് സൂറത്ത് പതിവാക്കിയാലാണ്? സൂറത്തുൽ വാഖിയ എന്നുള്ളതാണ് ശരി. പതിവാക്കിയാൽ ദാരിദ്ര്യം നീങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ നിത്യമാക്കിയാൽ ദാരിദ്ര്യം നീങ്ങുന്നതാണ്. അടുത്ത ജുമാ ദിവസം ഓതുക. ജുമാ ദിവസം ഓതേണ്ട സൂറത്ത് ഏതാണ്? സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫാണ് വെള്ളിയാഴ്ച ഓതേണ്ട സൂറത്ത്. 10 പ്രാവശ്യം ഓതിയതിന് തുല്യം സൂറത്തു യാസീൻ. 10 പ്രാവശ്യം ഓതിയതിന് തുല്യം സൂറത്തു യാസീൻ എന്നതാണ്. നല്ലതുപോലെ പഠിച്ച് പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.